വലിയ കൂട്ടുകുടുംബാത്ര കുടുംബമായിട്ട് ജീവിക്കണ ഒരു മഹത്വം. അതിന് വേണോടാ ഒരു യോഗം. യോഗം ഇല്ലാഞ്ഞിട്ടല്ലോ, ഇല്ലാത്ത ഓരോ ചെറിയ ചെറിയ കാരണം പറഞ്ഞ് എന്റെ കല്യാണം മുടക്കിയിട്ടല്ലേ ഞാൻ ഇങ്ങനെ ഒറ്റത്തടിയായി കഴിയണ. എടാ നീ ഒറ്റയ്ക്ക് കല്യാണം നടത്തിക്കൊള്ളാന്ന് പറഞ്ഞിട്ടല്ലേ പണ്ടേ പങ്കജാക്ഷ്യം കൊണ്ട് സിനിമയ്ക്ക് പോയപ്പോഴും നാട്ടുകാർ വേറെ പിടിച്ച് അടിച്ചപ്പോഴത്തേക്ക് എന്റെ പോലീസുകാരനാ മുത്തുരാമൻ വന്ന് നിന്നെ രക്ഷിച്ചത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായ അമ്മ, ഇത് എത്രാമത്തെ കഥയാണ് അമ്മ പറയണത്? എടി പച്ച കള്ളാണ് പറയണത്. ഇതുപോലെ ഓരോ ഇല്ലാത്ത കഥകൾ പറഞ്ഞാണ് എന്റെ കല്യാണം മുടക്കിയത്. എന്തിനാണെന്നറിയോ? എന്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ, ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടിയിട്ട്. അത് മോശമാണ് കേട്ടാ. ഒരു കാര്യം ഞാൻ പറയാം, സെന്റിന് 4 ലക്ഷം രൂപ വരുന്ന 40 സെന്റ് സ്ഥലം, എന്റെ സ്ഥലം ഞാൻ ഇവനെ എഴുതി വെക്കും. അല്ലെങ്കിൽ എന്നെ നോക്കണവർക്ക് ഞാൻ എഴുതി വെക്കും. അമ്മാവന് ഞാൻ വേറെ ആർക്കും വിട്ടു കൊടുക്കൂല, ഞാൻ നോക്കും. അമ്മാവനെ പൊന്നു പോലെ നോക്കും. അമ്മാവ നീ എന്നെ ഒരു അച്ഛനെ പോലെ നോക്കൂടാ. ഒന്നല്ല, ഒരു ഒന്നൊന്നര അച്ഛനായിട്ട് ഞാൻ അമ്മാവനെ നോക്കും. ക്ലീറ്റോ, എന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിനക്ക് ജീവിക്കാൻ പറ്റുമോ? അമ്മാവ എനിക്കായിട്ട് ഇനി ഒരു ഇഷ്ടമില്ല. നിന്നെ ഇഷ്ടം എന്നെ ഇഷ്ടം അല്ല, അമ്മാവന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അമ്മാവന്റെ ഇഷ്ടമാണ്. എന്നാ പിന്നെ എനിക്കിഷ്ടമില്ലാത്ത ഒറ്റൊരുത്തീനും നമ്മുടെ വീട്ടിലെ കയറ്റി പോരും. അത് ചിലപ്പോഴേ ഉള്ളൂ ഇനി. നീ കണ്ടോ, സ്വന്തം മകളേനും മരുവനും പേരക്കുട്ടീനും കാണണമെന്ന് തോന്നിയ ഈ ഗിരിരാജന്റെ കാലിൽ വന്ന് വീഴേണ്ടി വരുന്നു. ക്ലീറ്റോടെ കാലിലും വീഴേണ്ടി വരും. അമ്മാവ ഇനി ഒരു അനാഥനാണെന്നുള്ള ചിന്ത വേണ്ട. അമ്മാവന് ക്ലീറ്റോ മോനുണ്ട്. ചെല്ല് കൂടെ ചെല്ല്, സ്വത്ത് ഇപ്പൊ എഴുതി തരും. ചെല്ല്. അമ്മ ഒന്നകത്ത് വന്നു. നീ പാടിയില്ല ജോലി നോക്കി. എനിക്ക് ഒരുത്തിയും കാണണ്ട. ഒറ്റ ഒരുത്തിയാലും ഇവിടെ വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. ഒരുത്തരെ ഇതിനകത്ത് കയറ്റി പോവരുത്. കാണാമല്ലോ. നീ എവിടെ പോണ്? എന്തിനാ ഞാനിവിടെ ഇറക്കി വിട്ടവൻ ആരും കാണാൻ പോണ്ട ഇവിടുന്ന്. ക്ലീറ്റോ അവൻ സ്വത്ത് എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവൻ അവിടെ കയറ്റി താമസിപ്പിച്ചില്ലേ? അവന്റെ കാര്യം ഇവിടെ മിണ്ടി പോവരുത്. അവൻ സ്വത്ത് എഴുതി കൊടുക്കുന്ന എനിക്കൊന്ന് കാണണം. അമ്മ എന്തിനാണ് ചുമ്മാ അമ്മാവനെയൊക്കെ ഇറങ്ങി വിടാൻ പോയത്? പിന്നെ ഈ കണ്ടിടൊക്കെ ഇറങ്ങി വന്നിട്ട് ഇവിടെ അസുഖം ബാധിച്ചാൽ ആര് സമാധാനം പറയും? അമ്മാവൻ ദൂരെ മാറിയെന്നായിരിക്കും സംസാരിച്ചത്. നീ മിണ്ടരുത്. അവനെ പിടിക്കാനും വലിക്കാനും പോയാൽ നിന്നെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത് എന്റെ ചെറുക്കനെ ഓർത്തിട്ടാ ഞാൻ. കനക വന്നല്ലോ കോടീശ്വരി. വേണ്ട, നീ ഇങ്ങോട്ട് വരണ്ട. ഞാൻ അമ്മനെ കാണാൻ വന്നല്ലോ. പിന്നെ സ്വത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ നീ അവന്റെ പുറകെ അങ്ങ് പോയില്ലേ? ഞാൻ പോകും. ഞാൻ എന്റെ ആങ്ങളയ്ക്ക് കറി കൊടുക്കാൻ വേണ്ടി വന്നതാ. ഇവിടെ ആരുടെയും കറിയും വേണ്ട, ഒന്നും വേണ്ട. അത് അമ്മയാണോ തീരുമാനിക്കുന്നത്? ഇതടച്ച് ചിക്കൻ കറിയും ചെമ്മീൻ തോരനും. അവര് ചിക്കൻ കറിയും ചെമ്മീൻ തോരനും കൊണ്ട് പോടി ഇടുന്നു. കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുവന്നല്ല ഞാൻ. പിന്നെ ഞാൻ എന്റെ ആങ്ങളയ്ക്ക് കൊടുക്കാൻ വേണ്ടി വേണ്ട. അത് അമ്മയാണ് തീരുമാനിക്കുന്നത്. കൊണ്ടുവന്നാണെങ്കിൽ ഞാൻ അവന് കൊടുക്കും. കൊടുക്കൂല. അമ്മ ഭക്ഷണ സാധനമല്ലേ? ഭക്ഷണ സാധനമാണ്. ഇവിടെ ഉള്ളത് കഴിച്ചാൽ മതി. അവന് ഭയങ്കര കഷ്ടമായിട്ട് അമ്മ. നല്ല കറിയാ, ചിക്കനും ചെമ്മീൻ തോരൻ. ആദ്യമായിട്ടാണോ നീ കാണുന്നത്? കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കടാ. ഞാൻ കഴിച്ചോളാം, എനിക്ക് വയറ് നിറഞ്ഞല്ലോ. അമ്മ ചോറേക്ക് നല്ല കറിയാണെന്ന് വെച്ചാൽ ആ ചിക്കനും കൊടുത്തുവിടുണ്ടായിരുന്നു. കറി കൊടുത്തുവിടുണ്ടായിരുന്നു. അവള് കൊണ്ടുപോയല്ലേ? ഇനിയിപ്പോൾ കാര്യം ചെയ്യേ, നിനക്ക് വിശക്കുന്നില്ലേ? അപ്പുറത്തോട്ട് പോവാം. അവിടെ പോന്നു. പിന്നെ അമ്മ അറിയും. അമ്മ അറിയിച്ചിട്ടാണ് പോണ നമ്മള്. അതിലും അവിടെ എല്ലാവർക്കും കഴിക്കാനുള്ള ചോറൊന്നും കാണത്തില്ല. ഇവിടെ ചോറ് വെച്ചില്ലേ? ഇവിടെ ചോറ് ഇരിപ്പുണ്ട്. എടുത്തോ.